ചർച്ച ആവശ്യമില്ല. മന്ത്രിയുടെ രാജിയാണ് ആവശ്യം. SIT മീതെയുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ അനാവശ്യമായ സമ്മർദ്ദം ഇത് അവസാനിപ്പിക്കണം. മന്ത്രി വാസവൻ രാജിവെക്കണം. ഈ 2 ഡിമാൻഡുകളാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. നേരത്തെ ഒരു ഡിമാൻഡും കൂടി ഉണ്ടായിരുന്നു, ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ചവിട്ടി പുറത്താക്കണമെന്ന്. അതവർ മാറ്റി. അല്ല, തുടരാനുള്ള പരിപാടിയായിരുന്നു. ഞങ്ങളുടെ സമരത്തിൻ്റെ ഭാഗവും ശക്തമായ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടാണ് പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വന്നത്. മന്ത്രി വാസവൻ അവിടെ തുടരുകയാണ്. എന്താണ് കോടതി പറഞ്ഞിരിക്കുന്നത്? കോടതി ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് നവംബർ 5 കോടതി വിധിയിൽ പറഞ്ഞിരിക്കുന്നത്. കാരണം 2024, അതായത് 2019 ഒരു കൊള്ള നടന്നു. ആ കൊള്ളയെക്കുറിച്ച് കൃത്യമായി ഉണ്ണികൃഷ്ണൻ പോറ്റി ബാക്കി വന്ന 475 ഗ്രാം സ്വർണം തിരിമറി നടത്തിയ വ്യക്തിയാണെന്ന് അറിഞ്ഞിട്ടും കോടതി വിധി പോലും കാറ്റിൽ പറത്തി അയാൾക്ക് തന്നെ ശില്പങ്ങൾ സ്വർണം പൂശാൻ നൽകിയത് കോടതി വിധിയുടെ ലംഘനമാണ്. അപ്പോൾ 2019 നടത്തിയ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് കൃത്യമായി അറിയാമായിരുന്നിട്ടും 2024 അത് കൊടുത്തു. അതായത് എല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഇതെല്ലാം ചെയ്തത്. അതിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ കത്തുണ്ടായിരുന്നു, അടിയന്തരമായി ഉത്തരവിറക്കണമെന്ന് ആവശ്യപ്പെട്ട്. 27-ാം തീയതി സ്പോൺസർഷിപ്പിൽ ഈ പ്രവൃത്തി നടത്താൻ ബോർഡ് ഉത്തരവിറക്കി. എന്നിട്ട് കോടതി പറഞ്ഞിരിക്കുന്നത് എന്താണ്? കോടതി പറഞ്ഞിരിക്കുന്നത് അതായത് ഒരു കൃത്രിമ അർജൻസി ഉണ്ടാക്കി. 2025 വീണ്ടും 2024 ചെയ്യാൻ പറ്റിയില്ല. 2025 ഒരു കൃത്രിമ അർജൻസി ഉണ്ടാക്കി ശില്പങ്ങൾ കൊണ്ടുപോകാൻ വീണ്ടും ശ്രമം ആരംഭിച്ചു. നവംബറിൽ ആരംഭിക്കുന്ന മണ്ഡലകാലത്തിന് മുമ്പ് ശബരിമലയിൽ തന്നെ അറ്റകുറ്റ പ്രവൃത്തി നടത്താൻ സമയമുണ്ടായിട്ടും ദ്വാരപാലക ശില്പങ്ങൾ പുറത്തു കൊടുത്തുവിടാൻ സൗകര്യമൊരുക്കിയെന്നാണ്. എന്തിനാണ്? വെൻ സ്റ്റെപ്സ് വർ വൺസ് അഗെയിൻ ഇനിഷ്യേറ്റഡ് ടു ഫാബ്രിക്കേറ്റ് എ ഫോൾസ് സെൻസ് ഓഫ് എമർജൻസി. ഒരു കൃത്രിമ എമർജൻസി ഉണ്ടാക്കി ഈ ദ്വാരപാലക ശില്പം 2019 കളവ് നടന്നു എന്നറിഞ്ഞിട്ടും 2024-ലും 2025-ലും ഇത് പുറത്തു കൊണ്ടുപോകാൻ ശ്രമിച്ചു. അതിന് ദേവസ്വം മന്ത്രി വാസവനും ദേവസ്വം പ്രസിഡന്റായിരുന്ന പ്രശാന്തിനും പൂർണ്ണമായ ഉത്തരവാദിത്വമുണ്ട്, ഗൗരവമുള്ള ഉത്തരവാദിത്വമുണ്ട്. അപ്പം മന്ത്രി വാസവൻ രാജിവെക്കണം എന്ന ഞങ്ങളുടെ ആവശ്യത്തിൻ്റെ അടിയിലാണ് ഈ കോടതി ഉത്തരവിലൂടെ അടിവരയിട്ടിരിക്കുന്നത്. ഇവർക്കെല്ലാം ഉത്തരവാദിത്വമുണ്ട്. എന്നിട്ട് ഇവരെല്ലാം മാന്യന്മാരായി മന്ത്രിസഭയിലിരിക്കുക. പിന്നെ എന്ത് ചർച്ച നടത്താനാണ് അസംബ്ലിയിൽ? എന്ത് ചർച്ച നടത്താൻ? എന്ത് മറുപടിയുള്ളത്? നമസ്കാരം. ഇന്ന് നിയമസഭയിൽ ഇളകിമറിയുന്ന രംഗങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. പ്രതിപക്ഷം നിയമസഭ കൂടിയപ്പോൾ തന്നെ വളരെ ഗൗരവമായ ചില വിഷയങ്ങൾ ഉന്നയിക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് VD സതീശൻ എഴുന്നേൽക്കുകയും ശബരിമല കൊള്ളയിൽ വളരെ വ്യക്തമായി ഇപ്പോഴത്തെ മന്ത്രി വാസവന് പങ്കുണ്ടെന്നുള്ള നിർണായകമായ തെളിവുകളാണ് വിളിച്ചു പറഞ്ഞത്. അതോടൊപ്പം ഇപ്പോഴത്തെ പ്രസിഡന്റായ പ്രശാന്തിനും അതേപോലെ കടകംപള്ളിക്കും കൃത്യമായ തെളിവുകളുണ്ട്. ആ തെളിവുകളുള്ള സമയത്ത് അവർ രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് അദ്ദേഹം നീക്കം നടത്തി. അതോടുകൂടി പ്രതിപക്ഷം മുഴുവൻ ഏറ്റെടുക്കുകയും വലിയ തോതിൽ ഒച്ചപ്പാടുണ്ടാകുകയും ചെയ്തു. അതിനിടയിൽ മന്ത്രി ശിവൻകുട്ടിയും അതേപോലെ MP രാജേഷും പറഞ്ഞത് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നമ്മുടെ സോണിയാഗാന്ധി കണ്ടിട്ടുണ്ട് എന്നാണ്. എന്നാൽ VD സതീശൻ അപ്പോൾ തന്നെ വിളിച്ചു പറഞ്ഞു, സോണിയാഗാന്ധി ഇവിടുത്തെ വകുപ്പ് മന്ത്രിയല്ല, ഇവിടുത്തെ മുഖ്യമന്ത്രിയല്ല, ഭരണത്തിലിരിക്കുന്ന ഒരാളല്ല. ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി നല്ല ആളാണെന്നുള്ള ധാരണയിൽ അവിടെ പോയി കണ്ടിട്ടുണ്ടാകാം, അതിന് അനുമതി കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ അയാൾ കള്ളനാണെന്ന് അറിയുന്ന ആരാണ്? ഇവിടുത്തെ ഭരണത്തിലിരിക്കുന്ന മന്ത്രിയും ആ ദേവസ്വം ബോർഡിന്റെ മന്ത്രിയും അതേപോലെ മുഖ്യമന്ത്രിയും അതേപോലെ ആരാണ്? കടകംപള്ളി സുരേന്ദ്രനുമാണ്. കടകംപള്ളി സുരേന്ദ്രന്റെ കാലത്താണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനധികൃതമായ കാര്യങ്ങൾ ചെയ്യാനുള്ള അനുമതി കൊടുത്തത്. അന്നത്തെ ദേവസ്വം ബോർഡിന് ഈ അനുമതി കൊടുത്തത്, അതേപോലെ ഈ പുതിയ ദേവസ്വം ബോർഡിന് അനുമതി കൊടുത്തത്. അതിന് അന്നത്തെ കടകംപള്ളി സുരേന്ദ്രനും അതേപോലെ ഇപ്പോഴത്തെ മന്ത്രി വാസവനും പങ്കുണ്ട്. അതിന്റെ നിർണായക തെളിവുകളാണ് ഞാൻ പുറത്തുവിടുന്നതെന്ന് പറഞ്ഞിട്ട് കൃത്യമായ തെളിവുകൾ അദ്ദേഹം പുറത്തുവിട്ടു. ഇതിനുശേഷം ബോയ്ക്കോട്ട് ചെയ്തുകൊണ്ട് സഭാ നടപടികൾ ബോയ്ക്കോട്ട് ചെയ്തുകൊണ്ട് പുറത്തു വന്ന VD സതീശൻ ആ തെളിവുകൾ ഉച്ചത്തിൽ വിളിച്ച് പറയുകയുണ്ടായി. അതായത് വാസവനും അതേപോലെ പ്രശാന്തും കടകംപള്ളി സുരേന്ദ്രനും അറസ്റ്റിലാകാൻ പോകുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണെന്ന് അദ്ദേഹം പുറത്തുവിട്ടത്. എന്നാൽ SIT വലിയ സമ്മർദ്ദമാണ് ഗവൺമെന്റ് നടത്തുന്നത്. ശബരിമല കൊള്ളയുടെ കാര്യത്തിൽ
ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ പിണറായി വിജയനാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. പിണറായി വിജയൻ അറിയാതെ ഇത്തരം കാര്യങ്ങൾ നടക്കില്ല എന്ന് പറയുന്ന കൃത്യമായുള്ള കാര്യങ്ങളാണ് വി.ഡി. സതീശൻ വിളിച്ചു പറഞ്ഞത്. അതായത് SIT അന്വേഷണത്തിൽ ഇവരെല്ലാവരും പ്രമുഖരായ ആളുകളെല്ലാം പത്മകുമാറിനെ തുടങ്ങിയുള്ള ആളുകൾ ഓരോരുത്തരും അറസ്റ്റിലാവുകയും പുതിയതായി കടകംപള്ളിയും അതേപോലെ വാസവനും അറസ്റ്റിലാകാനുണ്ട് എന്ന് കൃത്യമായി തെളിയുകയും ചെയ്ത സന്ദർഭത്തിൽ തന്നെ എൻഫോഴ്സ്മെന്റ് അന്വേഷണം നടക്കുകയും ഇവരുടെ വീടുകളെല്ലാം റെയ്ഡ് ചെയ്യുകയും ഞെട്ടിക്കുന്ന രേഖകൾ കണ്ടെത്തുകയും ചെയ്തു. ഏകദേശം 1000-ഓളം രേഖകളാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ പിണറായി വിജയൻ മുഖ്യപ്രതിയാകുന്ന വ്യക്തമായ തെളിവുകളും എൻഫോഴ്സ്മെന്റ് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം ഘട്ടം ഘട്ടമായി പുറത്തു വരാൻ പോകുന്ന ഈ ഘട്ടത്തിലാണ് നിയമസഭ കൂടിയത്. ഈ നിയമസഭയിലാണ് വളരെ ഇളകിമറിയുന്ന രൂപത്തിൽ ഈ കാര്യം ഉന്നയിച്ചുകൊണ്ട് വി.ഡി. സതീശൻ ശക്തമായി പ്രതിഷേധം അറിയിച്ചത്. അദ്ദേഹം പുറത്തു വന്ന ശേഷം പത്രസമ്മേളനം, പ്രതിപക്ഷം നടത്തുന്ന പത്രസമ്മേളനമാണ് നമ്മൾ ഇപ്പോൾ തുടക്കത്തിൽ കണ്ടിട്ടുള്ളത്. നന്ദി, നമസ്കാരം.